നമസ്കാരം. നെതന്യാഹുവിനെ തപ്പി ഇറാൻ പട ഇസ്രായേലിൽ. ഇറാനെ തകർത്ത നെതന്യാഹുവിന്റെ ചാവേറുകൾ. ഇവിടെ ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം നടക്കുമ്പോഴും അതിന്റെ സൂത്രധാരന്മാർ ഇസ്രായേലികളായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നെതന്യാഹുവിന്റെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളാണ് ഈ കഴിഞ്ഞ കുറച്ചു നാളുകളായി നീണ്ടു നിൽക്കുന്ന ഈ യുദ്ധ സമാനമായിട്ടുള്ള അല്ലെങ്കിൽ യുദ്ധം എന്ന് പറയപ്പെടുന്ന സംവിധാനത്തിന് തന്നെ സാഹചര്യമൊരുക്കിയത്. അതിൽ നിന്ന് പിന്നോട്ട് പോകുവാൻ ഇറാനെ പിന്മാറ്റാൻ മറ്റു രാജ്യങ്ങൾക്കോ കഴിയുന്നില്ല എന്നതാണ്. ഇതിനകത്ത് പെട്ടുപോയത് അമേരിക്കയും ട്രംപുമാണ്. എന്നാൽ ഇസ്രായേലിന്റെ സാഹചര്യം എന്ന് പറയപ്പെടുന്നത് എങ്ങനെയും ഇറാനെ തകർക്കുക എന്നതാണ്. അതുപോലെ തന്നെ ഇസ്രായേലിലേക്ക് കടന്നു കയറുക, നെതന്യാഹുവിനെ കൊല ചെയ്യുക എന്നതിൽ കുറഞ്ഞതൊന്നും ഇറാനികളും ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നെതന്യാഹുവിന് ഇപ്പോഴും ചില സംശയങ്ങൾ ബാക്കിയാകുന്നുണ്ട്. എന്തുകൊണ്ട് ഇറാൻ ഇപ്പോഴും ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത്. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ നേരിട്ട സുരക്ഷാ വീഴ്ചയിൽ തനിക്കും ഉത്തരവാദിത്തമുണ്ട് എന്ന് സമ്മതിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിരിക്കുന്നു. എന്നാൽ ഈ വീഴ്ചയിൽ മുകളിൽ നിന്ന് താഴെ വരെ എല്ലാവർക്കും പങ്കുണ്ട് എന്നും ഒക്ടോബർ 7 മുൻപ് നടന്നതിനേക്കാൾ അതിനുശേഷം എന്തു സംഭവിച്ചു എന്നതിനാണ് പ്രാധാന്യമെന്ന് കൂടി നെതന്യാഹു പറയുകയാണ്. ഹോർമുസ് കടലിടുക്കിലെ ഇപ്പോഴത്തെ സംഘർഷാവസ്ഥ അത് താൻ മുൻകൂട്ടി കണ്ടിരുന്നില്ല എന്നുകൂടി നെതന്യാഹു തുറന്നു സമ്മതിക്കുകയാണ്. ഒക്ടോബർ 7 മുൻപ് ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും മിതമായ രീതിയിൽ സൈനിക നടപടികൾ സ്വീകരിച്ചിരുന്ന പ്രധാനമന്ത്രിയാണ് ലോകം കണ്ടിരുന്നത് എന്ന് നെതന്യാഹു അവകാശപ്പെടുന്നത്. എന്നാൽ ഇറാൻ തീർത്ത മരണക്കയത്തിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കുക എന്നത് തന്റെ ഉത്തരവാദിത്തമായിരുന്നുവെന്നും ആക്രമണത്തിന് ശേഷം അതിശക്തമായുള്ള തിരിച്ചടികൾ നൽകുവാനും ഭീകരതയുടെ വേലിയേറ്റം തടയുവാനും തനിക്ക് സാധിച്ചു എന്ന് കൂടി നെതന്യാഹു പറഞ്ഞു വെക്കുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ രാജിവെച്ചതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് പലരും കാലാവധി പൂർത്തിയാക്കാതെ അല്ലെങ്കിൽ കാലാവധി പൂർത്തിയാക്കിയതിനു ശേഷം പോയത് എന്നുള്ള മറുപടി അടക്കം നെതന്യാഹു പറയുന്നുണ്ട്. ഇറാൻ ഭരണകൂടത്തിന്റെ പതനം ഉറപ്പു നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞ നെതന്യാഹു ഹോർമുസ് കടലിടുക്കിലെ ഇപ്പോഴത്തെ സമ്പന്നാവസ്ഥ പ്രവചിക്കാനാവുകയില്ല എന്ന് സമ്മതിക്കുന്നു. ഇറാന്റെ പരമോന്നത നേതാവുള്ള ആയത്തുള്ള അലി ഖമീനിയുടെ മകൻ മുജ്തബ ഖമീനി ജീവിച്ചിരിപ്പുണ്ട് എന്നും എന്നാൽ മുൻഗാമികളെക്കാൾ അധികാരം കുറഞ്ഞ ആളാണ് അദ്ദേഹമെന്ന് നെതന്യാഹു നിരീക്ഷിക്കുന്നത്. ഇറാന്റെ പങ്ക് മിഡിൽ ഈസ്റ്റിൽ വലിയ അസ്ഥിരത ഉണ്ടാക്കുന്നുണ്ട് എന്നും ഇതിനെതിരെ രാജ്യാന്തര സമൂഹം ജാഗ്രത പാലിക്കണമെന്നും നെതന്യാഹു പറയുകയാണ്. അമേരിക്കൻ സഹായത്തെക്കുറിച്ച് വിപ്ലവകരമായിട്ടുള്ള നിലപാടാണ് നെതന്യാഹു പങ്കുവച്ചത്. ഇസ്രായേലിനെ എല്ലാത്തരം US സഹായങ്ങളിൽ നിന്നും ഘട്ടം ഘട്ടമായി മോചിപ്പിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് നെതന്യാഹു പറയുന്നു. പ്രതിരോധ രംഗത്തടക്കം സ്വന്തം കാലിൽ നിൽക്കാൻ ഇസ്രായേലിന് കഴിയണം. അമേരിക്കയുമായിട്ടുള്ള ബന്ധം സുപ്രധാനമാണ് എങ്കിലും പൂർണ്ണമായിട്ടുള്ള ആശ്രയത്വം ഒഴിവാക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നെതന്യാഹു വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തുന്ന നീക്കങ്ങളെ ചെറുക്കാൻ സൈനികമായിട്ടുള്ള കരുത്ത് സ്വയം ആർജിക്കുക എന്നതാണ് പ്രധാനമെന്നുകൂടി നെതന്യാഹു ഓർമ്മപ്പെടുത്തുന്നു. സോഷ്യൽ മീഡിയ വഴിയുള്ള തെറ്റായ പ്രചാരണങ്ങൾ ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ് എന്ന് അല്ലെങ്കിൽ തിരിച്ചടിയായി മാറി എന്ന് നെതന്യാഹു നിരീക്ഷിക്കുന്നുണ്ട്. പ്രചാരണ യുദ്ധത്തിൽ ഞങ്ങൾ അത്ര തന്നെ നന്നായി പ്രവർത്തിച്ചില്ല എന്ന് തുറന്നു പറയുവാൻ ശ്രമിക്കുമ്പോഴും അമേരിക്കയിലെ യുവാക്കൾക്കിടയിൽ ഇസ്രായേലിന് ലഭിച്ചിരുന്ന പിന്തുണ കുറഞ്ഞതിന് കാരണം ഈ സോഷ്യൽ മീഡിയയിലെ വ്യാജ പ്രചരണങ്ങളാണ് അല്ലെങ്കിൽ വ്യാജ വാർത്തകളാണ് എന്നാണ് നെതന്യാഹു പറയുന്നത്. സത്യം പ്രചരിപ്പിക്കുന്നതിൽ തങ്ങൾ പിന്നോട്ട് പോയെന്നും ഗാസയിലും മറ്റും സൈനിക നടപടികളെ തെറ്റായ രീതിയിലാണ് ലോകം കാണുന്നത് എന്നുകൂടി നെതന്യാഹു കുറ്റപ്പെടുത്തുകയാണ്. ഒക്ടോബർ 7 കുറിച്ച് അന്വേഷിക്കാൻ സ്റ്റേറ്റ് കമ്മീഷൻ ഓഫ് എൻക്വയറി രൂപീകരിക്കുവാൻ നെതന്യാഹു ഇപ്പോഴും വിസമ്മതിക്കുന്നത് എന്തുകൊണ്ടാണ്? രാഷ്ട്രീയമായി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ഈ ഒരു കമ്മീഷൻ മതി എന്ന നിലപാടിലേക്ക് നെതന്യാഹു ഉറച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇസ്രായേലിലെ ഭൂരിഭാഗം ജനങ്ങളും ഉന്നതാധികാര സ്റ്റേറ്റ് കമ്മീഷൻ വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് പ്രധാനമന്ത്രി ഇതിൽ നിന്നൊക്കെ പിന്മാറുന്നത് എന്നുള്ളതാണ്. തന്റെ സർക്കാരിന്റെ വീഴ്ചകൾ മറയ്ക്കാനാണ് നെതന്യാഹു ശ്രമിക്കുന്നത് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് എങ്കിലും യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു അന്വേഷണം സൈന്യത്തിന്റെ ആത്മവീര്യത്തെ ബാധിക്കുമെന്ന് വളരെ കൃത്യമായിട്ടുള്ള മറുപടി നൽകുകയാണ് നെതന്യാഹു പക്ഷം. ഹോർമുസ് കടലിടുക്കിലെ US നാവിക ഉപരോധത്തെക്കുറിച്ചും ഇറാനുമായിട്ടുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിനെ കുറിച്ചുമൊക്കെ നെതന്യാഹു നൽകുന്ന സൂചനകൾ മിഡിൽ ഈസ്റ്റിലെ ഊർജ്ജ സുരക്ഷയെ ബാധിക്കുന്ന നീക്കമാണ് ഇറാൻ നടത്തുന്നത് എന്നാണ്. ഹോർമുസ് കടലിടുക്കിലെ ഇപ്പോഴത്തെ സാഹചര്യം സങ്കീർണമാണ് എന്നും ഇത് ആഗോള വ്യാപാരത്തെ ബാധിക്കുന്നുണ്ട് എന്നും നെതന്യാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. ഒക്ടോബർ 7 അതിനു മുൻപ് ഇത്തരമൊരു പ്രാദേശിക യുദ്ധം താൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് സമ്മതിക്കുന്നതിലൂടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പരാജയം കൂടി അദ്ദേഹം പരോക്ഷമായി ശരിവെക്കുകയാണ്. അപ്പോൾ ഇസ്രായേലിനെതിരായിട്ടുള്ള 7 മുന്നണികളെയും അതായത് ഗാസ, വെസ്റ്റ് ബാങ്ക്, ലെബനൻ, സിറിയ, ഇറാഖ്, യമൻ, ഇറാൻ ഇവരെയൊക്കെ നേരിടാൻ താൻ സുസജ്ജമാണ് എന്ന് നെതന്യാഹു ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇറാൻ സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദത്തെ അടിച്ചമർത്തുക എന്നത് തന്റെ ജീവിത ലക്ഷ്യമാണ് എന്ന് നെതന്യാഹു പറഞ്ഞു വെക്കുമ്പോഴും
ഇറാൻ പട ഇസ്രായേലിലേക്ക് കടന്നു കയറുകയും നെതന്യാഹുവിനെ വധിക്കുവാനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയുമാണ്. ഇസ്രായേലിന്റെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന ഒന്നിനെയും അനുവദിക്കില്ല എന്ന് പറയുമ്പോഴും ഇതിനായിട്ട് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാൻ താൻ തയ്യാറല്ല എന്ന കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമ്പോഴും നെതന്യാഹുവിന്റെ രീതികളോട് പൊരുത്തപ്പെടാൻ ഇസ്രായേലിനോ അല്ലെങ്കിൽ ഇസ്രായേലിൻ പടയ്ക്കോ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ നെതന്യാഹു രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ചിന്തകൾ. ഇവിടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് യുദ്ധത്തിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എല്ലാവർക്കുമാണ് എന്ന് പറഞ്ഞു വെക്കുന്നവരുടെ സൈനിക മേധാവികളെ അടക്കം പ്രതികൂട്ടിൽ നിർത്തുവാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. എന്നാൽ യുദ്ധകാലത്ത് രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്നും രാഷ്ട്രീയ തർക്കങ്ങൾ മാറ്റിവെക്കണമെന്നുമാണ് നെതന്യാഹുവിന്റെ പക്ഷം. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇസ്രായേലിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുവാൻ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കണമെന്നാണ് നെതന്യാഹു പറയുന്നത്. അടുത്ത കുറച്ചു മാസങ്ങൾ മിഡിൽ ഈസ്റ്റിൽ നിർണായകമാകുമെന്നാണ് നെതന്യാഹു നൽകുന്ന സൂചന. ഇറാനുമായിട്ടുള്ള പോരാട്ടം പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നം ഉടൻ പരിഹരിക്കപ്പെടണമെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകാതെ തന്നെ തന്റെ നയങ്ങൾ നടപ്പിലാക്കുവാൻ ഇവിടെ നെതന്യാഹു ശ്രമിക്കുകയാണ്. ഇസ്രായേൽ ജനതയെ സുരക്ഷിതമായിട്ട് നയിക്കാൻ തനിക്ക് മാത്രമേ കഴിയൂ എന്ന സന്ദേശം നെതന്യാഹു പലപ്പോഴും ജനങ്ങളുടെ ഇടയിലേക്ക് നൽകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും നെതന്യാഹു നൽകിയ അല്ലെങ്കിൽ നെതന്യാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു കനത്ത തോൽവി എന്ന് പറയപ്പെടുന്നത് ആയത്തുള്ള അലി ഖമേനിയെ വധിച്ചതാണ്. ആ വധത്തിന് മറുപടി നൽകുക എന്നുള്ളത് മാത്രമാണ് ഇറാന്റെ മുന്നിലുള്ള ഇപ്പോഴത്തെ ആകെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നെതന്യാഹുവിനെ തപ്പി ഇറാൻ പട ഇസ്രായേലിൽ എത്തുന്നത് നെതന്യാഹുവിനെ വധിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. ഇറാനെ തകർത്ത് നെതന്യാഹുവിന്റെ ചാവേറുകൾ എത്രയൊക്കെ മുന്നേറാൻ ശ്രമിക്കുമ്പോഴും ഇറാൻ പട തച്ചു തകർക്കുകയാണ് ഇസ്രായേലിനെ എന്ന് പറയുന്നത്. ഇസ്രായേലിലെ നെതന്യാഹുവിനെ തപ്പിയുള്ള അവരുടെ യാത്ര അവസാനിക്കുന്നത് നെതന്യാഹുവിന്റെ മരണത്തോടെയായിരിക്കും.